Hi students, welcome back. In we discuss motion of system of particles and rigid body in the chapter points. Okay, motion of system of particles and rigid body. First point rigid body a rigid body concept. A body is said to be rigid. A body rigid if the distance between the particles remains constant. Okay, a body rigid a body two particles two particles distance remains constant. So, two particle distance r. Okay. This body move body rest okay. All cases distance particles distance constant body rigid body. Okay. A body is said to be rigid if the distance between the particles remains constant. Okay. Then center of mass concept center of mass. Okay, center of mass it is a point where the entire mass of the body is assumed to be concentrated. Okay, center of mass it is the point where the entire mass of the body is assumed to be concentrated. Okay, our body mass concentrate in a point center of mass. For example, we have scale. A scale ഒരു point concentrate okay. Now concentrate നമ്മുടെ ഈ finger tip ഈ point അല്ലെങ്കിൽ ഈ scale നമുക്ക് പറയാം ഈ point ആണ് ഈ പോയിന്റിലാണ് the entire mass of the body concentrate ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ കൈ അല്ലെങ്കിൽ finger tip ടിപ്പ് ഈ വേറൊരു പോയിന്റിലേക്ക് നമ്മൾ ഈ സ്കെയിലിലെ വേറൊരു പോയിന്റിലേക്ക് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യില്ല ഇതിനെ ഇങ്ങനെ നിർത്താനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ആ ഒരു സെന്റർ ഓഫ് മാസിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ നിർത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സ്കെയിൽ എടുത്തു, ആ സ്കെയിലിനെ നമ്മൾ ഒരു ഫിംഗർ ടിപ്പിൽ ഇങ്ങനെ നിർത്തണമെങ്കിൽ അതിന്റെ ഏത് പോയിന്റിൽ പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ? സെന്റർ ഓഫ് മാസിൽ പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സെന്റർ ഓഫ് മാസിലാണ് നമ്മുടെ ഫിംഗർ ടിപ്പെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുക? ആ ബോഡിയെ ഇങ്ങനെ ഫിംഗർ ടിപ്പിൽ നിർത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈ പോയിന്റിനെയാണ് അവിടുത്തെ എന്തെന്ന് പറയാ? സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അപ്പൊ സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് വേർ ദ എൻറ്റയർ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഓക്കെ, അത് ഇൻസൈഡ് ദ ബോഡി ആവാം, അല്ലെ ബോഡിയിലുള്ള ഒരു പോയിന്റിലാവാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ആവാം. ഓക്കെ, അപ്പോ ആ രീതിയിൽ നമുക്ക് സെന്റർ ഓഫ് മാസ് ഒരു ബോഡിയുടെ ആ ബോഡിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ഒരു റിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ റിംഗിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ബോഡിയാണ്. നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ സെന്റർ ഓഫ് മാസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ നമുക്ക് 2 മാസ് ഉണ്ട്. ഫസ്റ്റ് മാസ് ബോഡി ഈസ് ഹാവിംഗ് മാസ് m1. ഫസ്റ്റ് ബോഡി വിച്ച് ഈസ് ഹാവിംഗ് മാസ് m1 ആൻഡ് സെക്കൻഡ് ബോഡി വിച്ച് ഈസ് ഹാവിംഗ് മാസ് m2. ഓക്കെ, ആദ്യത്തെ ബോഡിയുടെ മാസ് m1 ആണ്, രണ്ടാമത്തെ ബോഡിയുടെ മാസ് എത്രയാണ്? m2 ആണ്. m1 എന്ന് പറയുന്ന ആ മാസിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് r1 ആയിട്ടാണ്. r1 ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ ഫസ്റ്റ് മാസ്, അല്ലെ? ഫസ്റ്റ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് r1 ആയിട്ട് എടുത്തു. സെക്കൻഡ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? r2 ആയിട്ടും എടുക്കാം. ഓക്കെ, r1 be the distance to the mass m1 and r2 be the distance to the mass m2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോഡിയുടെയും അല്ലെ m1ന്റെയും m2ന്റെയും സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കാം? അല്ലെ, സെന്റർ ഓഫ് മാസ് ഈ ലൈൻ ജോയിനിങ് അല്ലെ m1നെയും m2നെയും ജോയിൻ ചെയ്തിരിക്കുന്ന ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദിസ് പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോ ഒറിജിനിൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ളത് അല്ലെ, ഇതാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞത്. ആ പോയിന്റ് പി എന്നോ എല്ലാം എടുക്കാം. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? ക്യാപിറ്റൽ ആർ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, m1ന്റെയും m2നെയും കണക്ട് ചെയ്തിരിക്കുന്ന
അവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കാം നമുക്ക് എന്തെന്ന് പറയാ സെന്റർ ഓഫ് മാസ് കിട്ടുക. ആ പോയിന്റിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു? പി എന്ന് കൺസിഡർ ചെയ്തു. ഇനി ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുത്തു? ക്യാപിറ്റൽ ആർ എന്ന് എടുത്തു. ഓക്കെ, പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്നാണ് നമ്മൾ പറയാം. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ടു പാർട്ടിക്കിൾ സിസ്റ്റം ആണ് എടുത്തിട്ടുള്ളത്. ആ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തില് 2 മാസ് ഉണ്ട്. ഏതൊക്കെയാണ്? M1 എന്ന് പറയുന്ന മാസ് ഉണ്ട്, M2 എന്ന് പറയുന്ന മാസ് ഉണ്ട്. M1 ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ്? R1 ഡിസ്റ്റൻസ് ആണ്. M2ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 ആണ്. M1നും M2നും ഇടയിലുള്ള ഒരു പോയിന്റ് ആയിരിക്കാം അല്ലെ? M1നെയും M2നെയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനിടയിൽ ഏതെങ്കിലും ഒരു പോയിന്റിലാവാം നമുക്ക് എന്തെന്ന് പറയാ? സെന്റർ ഓഫ് മാസ് കിട്ടുക. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഓഫ് എന്ന് പറഞ്ഞാൽ M1ന്റെയും M2ന്റെയും എൻറ്റയർ മാസ് എന്ന് പറഞ്ഞാൽ M1ന്റെയും M2ന്റെയും ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്. ആ പോയിന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയാ? സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ P ആണ് സെന്റർ ഓഫ് മാസ് എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എടുത്തു? ക്യാപിറ്റൽ ആർ എന്ന് എടുത്തു. ക്യാപിറ്റൽ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ സെന്റർ ഓഫ് മാസ് ഫ്രം ദ ഒറിജിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എഴുതേണ്ടത് വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ടു ദ സെന്റർ ഓഫ് മാസ്? ഓക്കെ, സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ വാട്ട് അബൌട്ട് ദ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ്? ഓക്കെ, സെന്റർ ഓഫ് മാസിലേക്കുള്ള ആ പൊസിഷൻ കോർഡിനേറ്റ് ആർ എത്രയാണ് എന്നുള്ള കേസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആർ എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് അറിയാം ദ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. M1ന്റെയും M2ന്റെയും മൊത്തം മാസ് എന്ന് പറയുമ്പോൾ എന്തെടുക്കാം? M1 പ്ലസ് M2 എന്ന് പറയുന്ന ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയാ? നമ്മുടെ ആർ എന്ന് പറയുന്ന പോയിന്റ് ഫ്രം ദ ഒറിജിൻ അല്ലെ? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. Then M1 plus M2 into R which is equal to, അതെന്തിന് ഈക്വൽ ആയിട്ട് പറയാം? M1 into R1. Okay, M1 എന്ന് പറയുന്ന ബോഡി M1 into R1 distance to M1. Okay, M1 into R1 plus M2 into R2 ന് equivalent ആയിരിക്കും. Okay, M1 plus M2 into R is equal to M1 R1 plus M2 R2 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ്, ഓക്കെ, പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് CM എന്ന് കൊടുക്കാം. RCM. ഓക്കെ, RCM means പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ്. ഓക്കെ, പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു M1 R1 plus M2 R2. M1 R1 plus M2 R2 divided by M1 plus M2. Okay, position coordinate of the center of mass is equal to M1 R1 plus M2 R2 divided by M1 plus M2. Okay, P എന്ന് പറയുന്ന പോയിന്റിലാണ് മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? M1 plus M2 ആണ്. M1 plus M2 ആണ് അവിടുത്തെ മാസ്, ടോട്ടൽ മാസ്. ഓക്കെ, അപ്പൊ M1 plus M2 into R is equal to M1 R1 പ്ലസ് M2 R2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RCM is equal to M1 R1 plus M2 R2 divided by M1 plus M2. ഓക്കെ, അങ്ങനെ എഴുതാം. അപ്പൊ അതാണ് നമുക്ക് എന്തെന്ന് പറയാം? പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് along the x axis, along the y axis, അതെങ്ങനെ നമുക്ക് എഴുതാം എന്നൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് എക്സ് ആക്സിസിലേക്ക് M1 അല്ലെ, M1ൽ നിന്ന് M1 എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ പോയിന്റിനെ നമുക്ക് x1 എന്ന് മാർക്ക് ചെയ്യാം. M2 എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് ആണെന്ന് നോക്കുക. ആ പോയിന്റിനെ നമുക്ക് x2 എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ സെന്റർ ഓഫ് മാസ് എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് ആണെന്ന് എടുക്കുക. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? XCM എന്ന് മാർക്ക് ചെയ്യാം. Okay, position coordinate of center of mass along the x-axis. Position coordinate of center of mass along the x-axis, that is XCM. Okay, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? y-axis മാർക്ക് ചെയ്യാം. y-axis മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിട്ട് എടുക്കാം? M1ന്റെ ഇത് y1 ആയിട്ട് എടുക്കാം. M2 y-axis മേക്ക് ചെയ്യുന്നത് y2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്.
ഇവിടെ സെന്റർ ഓഫ് മാസസിലെ y ആക്സിസിലെ ഡിസ്റ്റൻസ് എന്ത് വരും ycm. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഇതിന്റെ x ആക്സിസിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, y ആക്സിസിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. m1 x ആക്സിസിൽ m1 എന്ന് പറയുന്ന ആ ബോഡിയുടെ പൊസിഷൻ കോർഡിനേറ്റ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യമേ m1 എന്ന് പറയുന്ന ആ ബോഡി x ആക്സിസിൽ എത്രയിലാണ് x1. ഓക്കെ, y ആക്സിസ് എടുക്കുമ്പോൾ y1. ഓക്കെ, m2 എന്ന് പറയുന്ന ബോഡി x ആക്സിസിലെ ഡിസ്റ്റൻസ് എത്രയാണ്, m2 എന്ന് പറയുന്ന ബോഡി x ആക്സിസിൽ എത്ര ഡിസ്റ്റൻസിലാണ്, x2. അതുപോലെ തന്നെ y ആക്സിസിൽ എത്ര വരും, y2. പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് നമ്മൾ എന്തെടുത്തു, xcm എന്നെടുത്തു. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ycm എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ, xcm പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് അലോങ് ദ x ആക്സിസ്. സെന്റർ ഓഫ് മാസ് ആയതുകൊണ്ട് അവിടുത്തെ ടോട്ടൽ മാസ് എത്രയാണ്, m1 plus m2. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിട്ട് എഴുതാം, x ആക്സിസിലെ കേസ് ആണ് എഴുതുന്നത്, അതുകൊണ്ട് m1 x1 plus m2 x2 ആയിരിക്കും. ഓക്കെ, m1 x1 plus m2 x2 ആണ്. അതുപോലെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് xcm ഈക്വൽ ടു എങ്ങനെ എഴുതാം, m1 x1 plus m2 x2 divided by m1 plus m2. ഓക്കെ, അപ്പോ xcm ഈക്വൽ ടു m1 x1 plus m2 x2 divided by m1 plus m2 എന്ന് എഴുതാം. ഇതുപോലെ തന്നെ നമുക്ക് ycm എഴുതാം അല്ലെ. ycm is equal to, ഇനി ജനറൽ ആയിട്ട് നമുക്ക് അങ്ങ് എഴുതി പോയാൽ മതി. ycm is equal to എങ്ങനെ എഴുതാം, m1 y1 plus m2 y2 divided by m1 y1 plus m2 y2 divided by m1 plus m2. പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് അലോങ് ദ y ആക്സിസ് നമുക്ക് എങ്ങനെ എഴുതാം, m1 y1 plus m2 y2 divided by m1 plus m2. ഇനിയിപ്പോ ഇത് 3 ഡയമെൻഷൻ ആണെങ്കിൽ x ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. z ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, zcm is equal to m1 z1 plus m2 z2 divided by m1 plus m2. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമുക്ക് എഴുതാം. z ആക്സിസ് ഉണ്ടെങ്കിൽ m1 z1 plus m2 z2 divided by m1 plus m2 ആണ് zcm എന്ന് പറയാം. അപ്പൊ എങ്ങനെ വേണേലും, ഇപ്പൊ 3 പാർട്ടിക്കിൾ ഉള്ള സിസ്റ്റം ആണെങ്കിലും 4 പാർട്ടിക്കിൾ ഉള്ള സിസ്റ്റം ആണെങ്കിലും എങ്ങനെ വേണേലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊസിഷൻ കോർഡിനേറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റം എഴുതാം. 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ പൊസിഷൻ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം, ഇപ്പൊ xcm ആണെങ്കിൽ xcm, അല്ലെങ്കിൽ rcm ആണെങ്കിൽ rcm. ഓക്കെ, rcm എങ്ങനെ നമുക്ക് എഴുതാം, rcm is equal to 3 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ m1 r1 plus m2 r2 plus m3 r3. 3 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ എന്തുവരും, m1 r1 plus m2 r2 plus m3 r3 the whole divided by m1 plus m2 plus m3. ഓക്കെ, ഇങ്ങനെയായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, m1 r1 plus m2 r2 plus m3 r3 divided by m1 plus m2 plus m3. x ആക്സിസിലെ പൊസിഷൻ കോർഡിനേറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാം, xcm നമുക്ക് എഴുതാം. xcm is equal to m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. ycm ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, പൊസിഷൻ കോർഡിനേറ്റ് അലോങ് ദ y ആക്സിസ് ആണെങ്കിൽ ycm is equal to, okay, ycm is equal to m1 y1 plus m2 y2 plus m3 y3 divided by m1 plus m2 plus m3. zcm ആണെങ്കിൽ zcm is equal to center of mass along the z axis ആണെങ്കിൽ zcm എഴുതാം. zcm is equal to m1 z1 plus m2 z2 plus m3 z3 divided by m1 plus m2 plus m3. Okay,
അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര പാർട്ടിക്കിൾ, ഇപ്പൊ 4 പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിനനുസരിച്ച് പ്ലസ് M4R4 എന്നും കൂടെ വരും എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. n പാർട്ടിക്കിൾ ആണെങ്കിൽ n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിൽ അല്ലെ എക്സെട്ര ടു MnRn അങ്ങനെ വരുന്നിട്ട് നമുക്ക് ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് M4 പ്ലസ് എക്സെട്ര ടു Mn. അപ്പൊ എത്ര പാർട്ടിക്കിൾ ആണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയറില് ഒരു സ്ക്വയറില് വെർട്ടിസിസില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബോഡിയുടെ മാസ് 1 kg, സെക്കൻഡ് ബോഡിയുടെ 2 kg, തേർഡ് ബോഡിയുടേത് 3 kg ആൻഡ് ഫോർത്ത് ബോഡിയുടേത് 4 kg ആണ് മാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പൊസിഷൻ കോർഡിനേറ്റ് എന്താണ് എന്നുള്ള കേസാണ്. അപ്പൊ ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 1 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയാം. ഓക്കെ, സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയാണ്. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം, അതിന്റെ പൊസിഷൻ കോർഡിനേറ്റ് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ചില ക്വസ്റ്റ്യനിലെ പൊസിഷൻ കോർഡിനേറ്റ് തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സൈഡിന്റെ ലെങ്ത് ആയിരിക്കാം തന്നിരിക്കുന്നത്. സൈഡ് ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്ക്വയറിന്റെ എല്ലാ സൈഡും എങ്ങനെയായിരിക്കും, ഈക്വൽ ലെങ്ത് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു ഒറിജിൻ അല്ലെ, നമുക്കൊരു ആക്സിസ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതാണ് എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ ആക്സിസിലാണ് ഈ ബോഡി ഇരിക്കുന്നതെന്ന് വിചാരിക്കാം, ഈ സിസ്റ്റം ഇരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബോഡി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ആക്സിസിൽ നമുക്ക് അറിയാം ഈ 1 kg മാസ് എന്ന് പറയുന്നത് അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഒറിജിനിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒറിജിൻ വരത്തക്ക രീതിയിൽ നമ്മൾ വരയ്ക്കാം. അപ്പൊ ഇവിടുത്തെ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 അല്ലെ. പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് 1 kg എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, 0 0 എന്ന് എടുക്കാം. 2 kg എന്ന് പറയുമ്പോൾ അത് ഏത് വേണം, എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ, y ആക്സിസിൽ 0 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം, 1 0 എന്നെടുക്കാം. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഉണ്ട്, y ആക്സിസിൽ 0 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 1 0 എന്ന് എഴുതാം. ഓക്കെ, ഈ 3 kg വരുമ്പോ എക്സ് ആക്സിസിൽ 1 മീറ്റർ ഉണ്ട്, 1 സെന്റിമീറ്റർ ഉണ്ട്, y ആക്സിസിലും 1 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, 1 1. ഇനി ഈ പോയിന്റ് എന്ന് പറയുന്ന y ആക്സിസിലേ ഉള്ളൂ, എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് 0 ആണ്. അപ്പൊ എന്ത് വരും, 0 1. ഓക്കെ, അപ്പൊ 4 നമ്മൾ എന്ത് ചെയ്തു, പൊസിഷൻ കോർഡിനേറ്റ് നമ്മൾ എഴുതി. ഓക്കെ, ഇങ്ങനെ ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ പോയിന്റിന്റെയും എന്ത് ചെയ്യാം, പൊസിഷൻ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ചില കേസിൽ പൊസിഷൻ കോർഡിനേറ്റ് അതുപോലെ തന്നെ തന്നിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം, ഈ പൊസിഷൻ കോർഡിനേറ്റിനെ x1 y1 എന്ന് വിളിക്കാം. ഇവിടെ ഇതിനെ x2 y2, x2 y2, ഇവിടെ x3 y3 എന്ന് എടുക്കാം. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, x4 y4 എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ 4 പാർട്ടിക്കിൾ ആണുള്ളത്. അപ്പൊ സെന്റർ ഓഫ് മാസ് അലോങ് ദ എക്സ് ആക്സിസ്, എക്സ് ആക്സിസിന് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. എക്സ് ആക്സിസിലെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 m3 x3 plus m4 x4 m4 x4 the whole divided by m1 plus m2 plus m3 plus m4. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഫസ്റ്റ് ബോഡിയുടെ മാസ് m1 എന്ന് പറയുന്ന 1 kg ആണ്, 1 kg into x1, x1 എത്ര വരും, 0. ഓക്കെ, അപ്പൊ 1 into 0 പ്ലസ് സെക്കൻഡ് ബോഡിയുടെ മാസ് 2 kg ആണ്. 2 kg യുടെ ഡിസ്റ്റൻസ് അവിടെ ഏതാ വരിക, x2 എന്ന് പറയുന്നത് 1 അല്ലെ, x2 is equal to 1 പ്ലസ് തേർഡ് ബോഡിയുടെ മാസ് 3 kg. അപ്പൊ അതിലേക്കുള്ള ഡിസ്റ്റൻസ് x3 എത്രയായിട്ട് വരും, x3 is equal to 1. ഓക്കെ, 1 പ്ലസ് നാലാമത്തെ ബോഡി ഏതാണ്, 4 kg ബോഡിയാണ്. 4 kg ബോഡിയുടെ x4 എത്രയായിട്ട് വരിക, 0. The whole divided by നമുക്ക് എന്തായിട്ട് എഴുതാം, ടോട്ടൽ മാസ് അല്ലെ, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4. ഓക്കെ,
that is equal to നമുക്ക് എന്ത് വരും 1 into 0 0 ആണ് 2 into 1 2 2 plus 3 into 1 3 okay whole divided by എത്ര വരും 4 plus 3 7 7 plus 2 9 9 plus 1 10 okay അപ്പൊ അത്രയാണെന്ന് കിട്ടി that is 5 divided by 10 5 by 10 is equal to 1 by 2 okay അപ്പൊ പൊസിഷൻ കോർഡിനേറ്റ് along the x axis ന്റെ പൊസിഷൻ കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഏതാ ഇക്വേഷൻ യൂസ് ചെയ്തത് m1 x1 m2 x2 m3 x3 plus m4 x4 divided by m1 m2 m3 m4 ഓക്കെ ആണല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്തു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒറിജിൻ എന്ന് പറയുന്നത് x1 y1 x2 y2 x3 y3 and x4 y4 അല്ലെ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഓരോ പോയിന്റിന്റെയും പൊസിഷൻ കോർഡിനേറ്റ് ഉണ്ട് അപ്പൊ x1 എത്രയാണ് x2 എത്രയാണ് x3 x4 ഇതെല്ലാം നമുക്ക് കിട്ടി ആ വാല്യൂസ് നമ്മൾ കൊടുത്തു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് അലോങ് ദ x ആക്സിസ് നമുക്ക് കിട്ടി അപ്പൊ xcm നമുക്ക് എഴുതാം xcm is equal to 1/2 ഓക്കെ xcm is equal to 1/2 എന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ycm കണ്ടുപിടിക്കും ycm കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം ycm is equal to m1 y1 plus m2 y2 plus m3 y3 m3 y3 plus m4 y4 the whole divided by m1 plus m2 plus m3 plus m4 okay നമ്മൾ എന്ത് ചെയ്തു ഇക്വേഷൻ എഴുതി ycm is equal to m1 y1 plus m2 y2 plus m3 y3 plus m4 y4 the whole divided by m1 plus m2 plus m3 plus m4 okay ഇനി നമ്മൾ എന്താ ചെയ്യാ അടുത്തത് നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് m1 എന്ന് പറഞ്ഞാൽ 1 kg ഫസ്റ്റ് ബോഡി 1 kg ആണ് അവിടുത്തെ y1 ഡിസ്റ്റൻസ് എത്രയാണ് 0 ആണ് y1 is equal to 0 because it is in the origin ആണത് ഇനി അടുത്ത ഏതാണ് 2 kg ബോഡി അതിലെ y2 എത്രയായിട്ട് വന്നു y2 is equal to 0 അല്ലെ 2 kg ബോഡിയുടെ y2 is equal to 0 അപ്പൊ into 0 പ്ലസ് അടുത്തത് ഏതാണ് 3 kg ബോഡിയുടെ എത്ര വരും y3 എത്രയായിട്ട് 1 ആണ് അപ്പൊ 3 into 1 പ്ലസ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 4 kg ആണ് 4 kg യിലേക്കുള്ള ഡിസ്റ്റൻസ് y4 എത്ര വന്നിട്ടുണ്ട് 1 ആണ് അപ്പൊ 4 into 1 divided by 1 plus 2 plus 3 plus 4 ഓക്കെ അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക 3 into 1 3 plus 4 into 1 4 അപ്പൊ 3 plus 4 divided by ടോട്ടൽ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം 10 ഓക്കെ that is 7 divided by 10 ഓക്കെ അപ്പൊ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് along the y ആക്സിസ് എന്ന് പറയുന്നത് എത്ര വന്നു 7 divided by 10 എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ycm എത്ര വന്നു ycm is equal to 7 divided by 10 എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ അല്ലെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം ഓക്കെ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് is equal to 1/2 7/10 ഓക്കെ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് is equal to 1/2 7/10 എന്ന് എഴുതാം ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഏത് തന്നാലും ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു എടുക്കുക നമുക്ക് ഇക്വേഷൻ ഒക്കെ ഉണ്ട് ഡിസ്റ്റൻസ് m1 ഏതാണ് അല്ലെങ്കിൽ മാസ് എത്രയാണ് m1ന്റെ മാസ് എത്രയാണ് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് m2 എന്ന് പറയുന്ന മാസ് ഏതാണ് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുക ഒറിജിനിൽ ഫിക്സ് ചെയ്യുക അങ്ങനെ ഒറിജിനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എടുക്കാൻ എളുപ്പമുണ്ട് അപ്പൊ ആ രീതിയിൽ ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ഐഡന്റിക്കൽ സ്പിയേഴ്സ് ഉണ്ട് ഓക്കെ ഐഡന്റിക്കൽ സ്പിയേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ റേഡിയസ് എല്ലാത്തിന്റെയും റേഡിയസ് എങ്ങനെയാണ് സെയിം ആണ് റേഡിയസ് r തന്നെയാണ് ഓക്കെ ഇതിന്റെ റേഡിയസ് എങ്ങനെയാണ് r ആണ് സെയിം സൈസ് സെയിം മാസ് ഒക്കെ ഉള്ള സ്പിയേഴ്സ് ആണ് മൂന്നെണ്ണത്തിന്റെയും മാസ് m ആയിരിക്കും
ഓക്കെ, അപ്പൊ 3 ഐഡന്റിക്കൽ സ്പിയേഴ്സ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്? ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ സെന്റർ ഓഫ് മാസ്, പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് എന്ന് നമ്മളോട് ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഏത് പോയിന്റിലാണ് സെന്റർ ഓഫ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ബോഡി എടുക്കാം. ഫസ്റ്റ് ബോഡിയുടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അതിനെ ഒറിജിന് വരത്തക്ക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ബോഡിയുടെ സെന്റർ എവിടെ വന്നു? ഒറിജിനിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ ആക്സസ് മാർക്ക് ചെയ്തു. ഓക്കെ, എക്സ് ആക്സസ്, വൈ ആക്സസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ എടുക്കേണ്ടത്? അപ്പൊ ബോഡി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആക്സിസിൽ അറേഞ്ച് ചെയ്തേക്കണം. അതായിട്ട് വന്നു. അപ്പൊ ഫസ്റ്റ് ബോഡിയുടെ സെന്ററിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സെന്റർ ആണ് ഒറിജിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെ? ഫസ്റ്റ് സ്പിയറിന്റെ സെന്റർ നമ്മൾ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ആ രീതിയിൽ ആക്സിസ് വരയ്ക്കുക. അപ്പൊ എളുപ്പമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പൊസിഷൻ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് RCM എടുക്കാം. RCM ഇസ് ഈക്വൽ ടു, ഇവിടെ 3 പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് M1 R1 പ്ലസ് M2 R2 M2 R2 പ്ലസ് M3 R3 എന്നെടുക്കാം. M3 R3 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? M1 പ്ലസ് M2 പ്ലസ് M3. ജനറൽ ആയിട്ട് ഞാൻ എഴുതിയേ ഉള്ളൂ. M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ, M1 എന്ന് പറയുന്ന ഫസ്റ്റ് ബോഡിയാണ്. ഫസ്റ്റ് ബോഡിയുടെ മാസ് M ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതിന്റെ പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുക? 0 ആണ് അല്ലെ? 0 എന്നുള്ള പോയിന്റ് ഇതായിട്ട് എടുക്കുക. 0 ഒറിജിനിൽ എടുത്തേക്കുന്നതുകൊണ്ട് ആ പോയിന്റിന്റെ എന്തായിട്ട് വരും? R1 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കുക? 0യിൽ എടുക്കുക, ഒറിജിനൽ ആയതുകൊണ്ട്. പ്ലസ് M2 എന്ന് പറയുന്ന രണ്ടാമത്തെ ബോഡിയുടെ മാസ് M ആണ്. അതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സെന്ററിൽ നിന്ന് സെക്കൻഡ് ബോഡിയുടെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് വരും? ഒറിജിനിൽ നിന്ന് അല്ലെ? ഒറിജിനിൽ നിന്ന് സെക്കൻഡ് ബോഡിയുടെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 6 അല്ലെ? ഈ ബോഡിയുടെ റേഡിയസ് 6 പ്ലസ് അടുത്ത ബോഡിയുടെ റേഡിയസ് 6. അപ്പൊ എത്രയായിട്ടാണ് വന്നിരിക്കുന്നത്? 2R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. R പ്ലസ് R ഇസ് ഈക്വൽ ടു 2R. അപ്പൊ R2 പകരം നമ്മൾ എന്ത് എഴുതി? 2R എന്ന് എഴുതി. പ്ലസ് തേർഡ് ബോഡിയുടെ മാസ് എന്ന് M തന്നെയാണ്. R3 എന്ന് പറയുമ്പോൾ അടുത്ത ബോഡിയുടെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ബോഡിയുടെ സെന്ററിലേക്കുള്ളത് നമുക്കറിയാം. ഇത് 2R ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്രയറിയാം? 6 ആണെന്ന് അറിയാം. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? 6 ആണ്. അപ്പൊ ടോട്ടൽ എത്രയായിട്ട് വരും? 2R പ്ലസ് R പ്ലസ് R ഫ്രം എവിടെ നിന്നാണ്? ഒറിജിനൽ അല്ലെ? ഒറിജിനിൽ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4R. ഓക്കെ, സെക്കൻഡ് ബോഡിയുടെ സെന്ററിലേക്ക് എടുക്കുക. സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ എത്രയാണെന്ന് ആദ്യം മെഷർ ചെയ്യുക. ഇനി തേർഡ് ബോഡിയുടെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക അല്ലെ? ഫ്രം ദ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അത് എന്തായിട്ട് എടുത്തു? ടോട്ടൽ അല്ലെ? ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വന്നു? 4R എന്ന് എടുത്തു. ഓക്കെ, അപ്പോ M ഇൻറ്റു ഫസ്റ്റ് ബോഡിയുടെ ഒറിജിൻ അല്ലെ? ഫസ്റ്റ് ബോഡി ഒറിജിനിൽ തന്നെയാണ്. ഫസ്റ്റ് ബോഡിയുടെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിനിൽ തന്നെ ആയതുകൊണ്ട് M ഇൻറ്റു 0 പ്ലസ് സെക്കൻഡ് ബോഡി M അല്ലെ? സെക്കൻഡ് ബോഡി ഹാവിംഗ് മാസ് M ആണ്. അതിലേക്കുള്ള ഡിസ്റ്റൻസ് 2R ആണ്. തേർഡ് ബോഡിയുടെ മാസ് M ആണ്. അതിലേക്കുള്ള ഡിസ്റ്റൻസ് 4R ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ M പ്ലസ് M ദാറ്റ് ഈസ് ഈക്വൽ ടു 3M. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 2MR plus 4MR that is equal to 6MR. 6MR എന്ന് കിട്ടി. 6MR divided by 3M that is equal to എവിടെയായിട്ട് എഴുതാം? M ക്യാൻസൽ ചെയ്തു. 3 6ലേക്ക് ക്യാൻസൽ ചെയ്തു. അപ്പൊ 2R. ഓക്കെ, അപ്പൊ എവിടെയാണ് സെന്റർ ഓഫ് മാസ് ഇരിക്കുക? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എവിടെയാണ്? 2R എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോഡിയുടെ സെന്ററിലാണ്. ഓക്കെ, സെക്കൻഡ് ബോഡിയുടെ ഈ ഒരു പോയിന്റിലായിരിക്കും എന്തെന്ന് പറയാ? സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് സിസ്റ്റം. ഈ 3 പാർട്ടിക്കിളിന്റെ പാർട്ടിക്കിളുള്ള ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? 2R എന്ന് പറയുന്ന ആ പോയിന്റിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ നമ്മള് ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? ആക്സിസ് ഫിക്സ് ചെയ്യാം. ആക്സിസ് ഫിക്സ് ചെയ്യുന്നത് എവിടെയാണ്? ആദ്യത്തെ ബോഡിയുടെ സെന്ററിലാണ് അല്ലെ? എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആക്സിസ് ഫിക്സ് ചെയ്യുക. ആക്സിസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ ക്ലിയർ ആയി കാണും. അപ്പൊ ആ രീതിയിൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് അല്ലെ, ഓരോന്നിന്റെയും സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഈസിയാണ്. അപ്പൊ ആ രീതിയിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുക്കുക. I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.